സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ താരമായിരുന്ന ചലച്ചിത്ര നടി ജസ്നിയ ജയദീഷ് ഇത്തവണയും കലോത്സവത്തിനെത്തി. എന്നാൽ ഈ വർഷം മത്സരാർത്ഥിയായല്ല, ആസ്വാദകയായാണ് ജസ്നിയ എത്തിയത്. സിനിമാ രംഗത്ത് സജീവമാകുമ്പോഴും കലോത്സവം ഒരിക്കലും മറക്കാനാകാത്ത മധുരിക്കുന്ന ഓർമ്മയാണെന്നാണ് ജസ്നിയ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞത്. കാസർഗോഡ് കലോത്സവം ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ മത്സരം കാണാൻ വന്നിരുന്നു. അപ്പോൾ 1-2 റിപ്പോർട്ടേഴ്സ് ഇങ്ങനെ അവരൊക്കെ എന്നെ ഇൻസ്റ്റഗ്രാമിലല്ല അറിയുന്നത്, അവർ കലോത്സവത്തിൽ കണ്ട. പക്ഷെ ഞാൻ ആ മത്സരം കണ്ട് 5 വർഷമായി. അവർ പറഞ്ഞു കാസർഗോഡിലെ സീത കളിച്ച് അന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ആളല്ലേ. അങ്ങനെ 2-3 പേര് എൻ്റെ അടുത്ത് ഇന്നായിട്ട് വന്നിരുന്നു. ആ ഒരു കലോത്സവത്തിൽ കണ്ട്. അവർക്ക് അറിയില്ല ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടെന്നോ അങ്ങനെ ഒരു പോപ്പുലാരിറ്റി ഉണ്ടെന്നോ ഒന്നും അറിയില്ല. അവർ ആ ഒരു ഓർമ്മയിൽ വന്നത് അത് ഭയങ്കര സന്തോഷമായി. ഇത്രയും വർഷമായിട്ട്. അതെ. സ്വന്തം അമ്മാവനോടൊപ്പം നൃത്തം ചെയ്യുന്ന റീൽസുകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയാണ് ജസ്നിയ ജയദീഷ്. സുമതി വളവ്, പുഞ്ചിരിമറ്റത്ത്, ഇട്ടിക്കോര എന്നീ സിനിമകളിൽ അഭിനയിക്കുകയാണ് ജസ്നിയ ഇപ്പോൾ. സിനിമാ തിരക്കുകൾക്കിടയിലാണ് ജസ്നിയ കലോത്സവം കാണാനായി വന്നത്. 2019 കാസർഗോഡ് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം എന്നീ ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നൃത്തപ്രതിഭ കൂടിയാണ് ഈ യുവതാരം. കലോത്സവം കാണുമ്പോൾ വീണ്ടും വേദിയിൽ കയറി നൃത്തം ചെയ്യണമെന്ന അതിയായ മോഹമുണ്ടെന്ന് ജസ്നിയ പറയുന്നു. വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് വന്ന് കാണുന്നതാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ സമയത്ത് മാത്രം എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് കാണാൻ പറ്റാറില്ല. പക്ഷെ ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കയറി പെർഫോം ചെയ്യാനുള്ള ഒരു ഏർജ്, പഴയ പോലെ എന്തായാലും പെർഫോമൻസ് അങ്ങനെ ചെയ്യുന്നില്ല. ഇത് കാണുമ്പോൾ വീണ്ടും കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ തോന്നാം. സുമതി വളവടക്കമുള്ള പുതിയ സിനിമകളുടെ വിശേഷങ്ങളും ജസ്നിയ പങ്കുവച്ചു. ഇപ്പൊ 2 പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് സുമതി വളവ്, പിന്നെ പുഞ്ചിരിമുറ്റത്ത് ഇട്ടിക്കോര എന്ന് പറഞ്ഞ 2 പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. 2ന്റെയും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സുമതി വളവ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പുഞ്ചിരിമുറ്റത്ത് ഇട്ടിക്കോര ഓൾമോസ്റ്റ് കഴിഞ്ഞു. അമ്മ അമ്പിളിക്കൊപ്പമാണ് ജസ്നിയ കലോത്സവ വേദികളിൽ മത്സരം കാണാനെത്തിയത്. കുച്ചിപ്പുടി, ഭരതനാട്യം, നാടോടി നൃത്തം, കേരള നടനം, സംഘനൃത്തം തുടങ്ങിയ മത്സര ഇനങ്ങളാണ് ഈ യുവതാരം കണ്ടത്. ഒരിക്കൽ കലോത്സവത്തിന്റെ താരമായി, പിന്നീട് റീൽസിലൂടെ താരമായി, ഇപ്പോഴത്തെ സിനിമയിലൂടെ താരമായ ജസ്നിയ വീണ്ടും കലോത്സവ വേദിയിലെത്തി. ഇത്തവണ എത്തിയത് മത്സരാർത്ഥിയായിട്ടല്ല, ആസ്വാദകയായിട്ടാണ്. സിനിമയിൽ തിരക്കേറുമ്പോഴും ഇനിയും കലോത്സവ വേദികളിൽ ആസ്വാദകയായി എത്തും എന്ന് തന്നെയാണ് താരം പറയുന്നത്. ജസ്നിയയ്ക്കും ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനുമൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.